വയറൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഭയങ്കര കിതപ്പ് കൂട്ടി കിടന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കിതച്ചിട്ട് വയർ താഴോട്ട് കുറച്ചൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവളുടെ ടൈം ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് അവിടെ പുറകിലത്തെ കൂട്ടിയിൽ നിന്ന് ആക്കി ഫ്രണ്ടിലത്തെ കൂട്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്ന കണ്ടിട്ട് ഞാൻ ചാക്കൊക്കെ ഇട്ടൊരു കൂട്ടി കയറ്റി കിടത്തി. ഈ ഫോൾസ് പെയിൻ ആണോ എന്നൊന്നും അറിയത്തില്ല. പത്ത് കൂടി അവൾ ഇത് ഈ മാൽനോയ്സിൻ്റെ ഒരു ബ്രീഡായത് കാരണം ഇത് മറ്റേ ആ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും അതിന് കാണിക്കേണ്ടതൊക്കെ കാണിക്കും. ആദ്യം ഇവള് ഈ മൂലയ്ക്ക് വന്നിട്ട് സ്ഥലം നോക്കുക കേട്ടോ. എന്നിട്ട് അപ്പിയിടുന്നുണ്ട്. അപ്പോൾ ഈ ഡെലിവറിക്ക് തൊട്ട് മുമ്പായിട്ട് ഇവർ വയർ ക്ലിയർ ചെയ്യാറുണ്ട്. അതാണ് ഈ ഇളകി പോകുന്നത്. ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് റെഡി ആവുകയാണ്. എന്നിട്ട് പിന്നെ അവൾ സ്ഥലമൊക്കെ നോക്കുന്നുണ്ട് എവിടെയാണ് ഞാൻ കുറച്ച് മുമ്പ് അയച്ചോട്ടപ്പോൾ ഇച്ചിരി മാന്തെന്നൊക്കെ ഉണ്ടായിരുന്നു. സ്ഥലമൊക്കെ നോക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ നനഞ്ഞ മണ്ണല്ലേ, നേരത്തെ കൂട്ടല്ലല്ലോ, ഉണങ്ങിയ മണ്ണാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. നനഞ്ഞ മണ്ണായതുകൊണ്ട് വലിയ ഇൻഫെക്ഷനൊക്കെ വരും. കയറിക്കാമോ അവിടെ ഇരുന്നോ. ചാക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ കേട്ടോ. ഡെലിവറി നമ്മൾ റൂമിലെടുത്ത് അവളെ സെറ്റ് ചെയ്ത് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. ഇപ്പോൾ അത് ഞാനൊന്ന് അറിയില്ല ഫോൾസ് ആണോ നോർമൽ, പക്ഷേ അവിടെ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. കിടന്നോ. അപ്പോൾ ഉള്ളതാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഉള്ളതാണെങ്കിൽ ഈ വീഡിയോയുടെ ബാക്കിയായിട്ട് കാണിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കാണിക്കും. കിടന്നോ. അത് ചാക്കൊക്കെ വെറുതെ ഇട്ട് കൊടുക്കട്ടെ. ഡെലിവറിക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളപ്പുറത്ത് നമ്മുടെ മുറിയുണ്ട്. മുറിയിൽ കയറ്റിയിട്ട് പേപ്പറുകളൊക്കെ കീറിയിട്ട് കൊടുത്ത് ലൈറ്റും സെറ്റപ്പും ഒക്കെ ചെയ്ത് നമ്മൾ അവിടെയാണ് അതിന് സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി വെച്ചേക്കാണ് അവളെ. കിടന്നോടി കേട്ടോ. ആ കിതപ്പ് അതൊക്കെ പെയിൻ വന്നിട്ടുള്ളത് കിതപ്പാണ് കാണിക്കുന്നത്. അത് വാ കിടന്നു ഡൗൺ പെയിൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു ഫോൾസ് പെയിനൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. ഇപ്പോൾ അതാ ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ കാണിക്കുന്നുണ്ട്. ഒരു പ്ലേസൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഫ്രീ ആയിട്ട് വിട്ടു. അവിടെ തന്നെ പ്രസവിച്ചോട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ വിട്ടേക്കാണ് നമ്മൾ. എത്ര മണിയായിരിക്കും? 5-6 മണിയും കൊണ്ടായിട്ടുണ്ട്. നോക്കാം എപ്പോഴാണ് പ്രസവിച്ചോട്ടാ. ഇതിനു മുമ്പ് അവൾ ശരിക്കും ചെറിയ പെയിനും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണിച്ചിരുന്നെങ്കിലും അവൾ ശരിക്കും പറഞ്ഞാൽ നല്ല രാത്രി ആയപ്പോഴാണ് അവൾ ഡെലിവറി തുടങ്ങിയത് കേട്ടോ. ആദ്യത്തെ പപ്പിയൊക്കെ വന്ന് തുടങ്ങിയത് നല്ല രാത്രി ആയപ്പോഴാണ്. ഇവിടുത്തെ ഇങ്ങനെ നിന്ന് പ്രസവിക്കാൻ തുടങ്ങി. ഒരു പപ്പി വന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആദ്യം അവൾ തന്നെ പ്രസവിച്ചോളാം എന്ന് പറഞ്ഞൊക്കെ അങ്ങ് എടുത്ത് തുടങ്ങി. അപ്പോൾ നേരെ നിന്ന് പ്രസവിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം സാധാരണ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളതെല്ലാം എല്ലാവരും കിടന്നിട്ടൊക്കെ ആയിരുന്നു. എല്ലാവരും കിടന്ന് ചരിഞ്ഞ് കിടന്നിട്ട് സൈഡിലോട്ടൊക്കെ ആയിരുന്നു പ്രസവിക്കുന്നത്. ഇവൾ മാത്രം നിന്നിട്ട് പുഷ് ചെയ്ത് താഴേക്ക് വിടുമായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായി. അങ്ങനെ താഴോട്ട് വീഴുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തന്നെ എടുത്ത് റീയാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവൾക്ക് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. കാരണം ആദ്യത്തെ പപ്പി അവൾ ഞാൻ എന്താണെന്നറിയാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവൾ തന്നെയായിരുന്നു അതിനെ വൃത്തിയാക്കിയതും പ്ലാസൻ്റെ കടിച്ച് പൊട്ടിച്ച് കുഞ്ഞിനെ വൃത്തിയാക്കിയതും ക്ലീൻ ചെയ്തതും എല്ലാം അവൾ തന്നെയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ അവൾക്ക് വേണം നിർബന്ധം. അപ്പോൾ നിന്ന് പ്രസവിച്ച് താഴോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവളെ വാങ്ങിക്കുമായിരുന്നു. അതിനെ കുടക്കെ കട്ട് ചെയ്തു, തുടച്ച് വൃത്തിയൊക്കെ ആക്കി. അപ്പോഴത്തേക്ക് അവൾ അവിടെ കിടന്ന് റഫറാണ്. അവൾക്ക് പിള്ളേരെ കാണാൻ അരിശിയാണ്. ഉണ്ടാവില്ല. ആ ഗ്യാപ്പിൽ വന്ന് വഴക്കാണ്. 2 സുന്ദരക്കുട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. 2 പേരെ വന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് പാൽ കുടിക്കാനും അവൾക്കൊന്ന് വൃത്തിയാക്കാനുമായിട്ട് ഇട്ട് കൊടുത്തതാ. അവളാണ് അതിനെടുത്തിട്ട് ഉരുട്ടുന്നത്. പിന്നെ കുറേയൊക്കെ മദർ ഇങ്ങനെ നക്കുന്നത് നല്ലതാണ്. അവർക്ക് കുറച്ച് ഇതൊക്കെ മൂവ്മെൻറ്റും ചൂടും വൃത്തിയാകലും എല്ലാം അതിൻ്റെ കൂടെ അങ്ങ് നടക്കും. അതുകൊണ്ട് ഇട്ട് കൊടുത്തേക്കുവാണ്. മറ്റവനെ കുടിച്ചിട്ട് കിടക്കുക കേട്ടോ. ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ നോക്കിയില്ല. കൊല്ലി എന്നിട്ട് അവൾക്ക് അടുത്തത് പ്രസവിക്കാനുള്ള സമയം കൊടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് അവൾ കയറി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് അക്രമമാണ്. ഒരു ബോക്സിലിട്ട് വെച്ചേക്കുവാണ്. ഞാൻ ലൈറ്റുകളിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം മഴക്കാലമല്ലേ, തണുപ്പൊക്കെ ഉണ്ട്. അവളൊന്ന് അടുത്തത് പ്രസവിച്ചോട്ടെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതാ പാലൊക്കെ കുടിപ്പിച്ചിട്ട്. അപ്പോൾ അവൾ ഭയങ്കര അലമ്പ് അവിടെ കിടന്നു. കട്ടിലൊക്കെ വലിഞ്ഞ് കയറി മാന്തി ആകെ സീനാക്കുന്നു. പാലൊക്കെ കൊടുത്ത് കുറേ നേരം കൊടുത്തതാ. ഇതിലൊരുത്തം കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആ കരയുന്ന കാരണം അവൾക്കങ്ങ് ടെൻഷന്. ഇവനില്ലേ ഈ കറുമ്പൻ ഈ കറുമ്പൻ അവനങ്ങ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ അത് കാണുമ്പം അമ്മച്ചിക്ക് ടെൻഷന്. അപ്പോൾ കുഞ്ഞുവാവളുടെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ കരയുന്നുണ്ടപ്പോൾ. കുഴപ്പമില്ല എല്ലാവരും വരട്ടെ എന്നിട്ട് കാണാം. അവരെ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല. ബാക്കിയുള്ളവരുണ്ട്. അവരെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ബാക്കിയുള്ളവരെ പിടിക്കില്ലേ? പിന്നെ അവനൊരു ബാത്റൂമൊക്കെ പെട്ടെന്ന് പ്രസവിച്ചേ. കരയണ്ട തരും. നിൻ്റെ പിള്ളേരെ നിനക്ക് തന്നെ ആരും ഞാൻ എടുക്കത്തില്ല കേട്ടോ. നിൻ്റെ പിള്ളേരെ നിനക്ക് തന്നെ ആരും എനിക്ക് വേണ്ട. നീ അങ്ങ് നോക്കിയാൽ മതി. അടുത്തത് ആവാറായിട്ടാണ് തോന്നുന്നു. അവിടെ വാലൊക്കെ താഴ്ത്തി പിടിച്ചേക്കോ. പെയിൻ ഉണ്ട്. പിള്ളേരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കതില്ല. ആ ഒരു ഇതിലങ്ങ് കിടക്കും. അത് കാരണം അങ്ങ് മാറ്റിയതാണ്. ഇവർ ഏകദേശം കഴിയാറായി. കുട്ടികളൊക്കെ ഒന്ന് ആകെ അലമ്പായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കിറ്റ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെലിവറിക്ക് വേണ്ടിയിട്ടൊരു നോർമലി അത്യാവശ്യം വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതിൽ അധികമൊന്നുമില്ല. സ്പിരിറ്റ്, ഇത് നമ്മൾക്ക് പൊക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്, അത് മുറിക്കാനുള്ള സിസറ്, ക്യാനിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് കയ്യിൽ സൂചി. അതിൻ്റെ നീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു.
ക്യാനിലിട്ടിട്ട് അത് ഒട്ടിച്ച് ഫ്ലൂയിഡ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് മാറ്റി വെച്ചു. അവിടെ ഉണ്ടായിരുന്നു അത് ഫ്ലൂയിഡ്, ക്ഷീണിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. ഇഞ്ചക്ഷന് ഇത് കുഞ്ഞു വന്നു കഴിയുമ്പോൾ കോഡ് കട്ട് ചെയ്യുക, കെട്ടുക, തുടച്ച് വൃത്തിയാക്കുക, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു ഫ്ലൂയിഡ് ഇട്ടായിരുന്നു ടയർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര സാധനങ്ങളാണ് അത്യാവശ്യം. പിന്നെ ഒരു ഫോർസെപ്സ് ഞാൻ എടുത്ത് വയ്ക്കുക, എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഫോട്ടോയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര സാധനങ്ങൾ നമ്മളിതാ ഈ ട്രേക്കകത്ത് വെക്കുക കേട്ടോ. ഇത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രേ ആയത്. പത്തുമ കഴിഞ്ഞോ? ഇനി ഉണ്ടോ? അതോ ഇനി ഉണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നത് അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്നര കഴിഞ്ഞു. സൗണ്ട് ഞാൻ പറയാം. ആ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം കയറ്റിയിട്ടു. അവളെ ഇത്തവണ കൂട്ടിലോട്ടം കിട്ടും കേട്ടോ. കാരണം ഇവള് എൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി പാലൊത്തിരി പറയുന്നുണ്ട്. കൂടെ കിടക്കാൻ വേണ്ടി ഭയങ്കര ബഹളം വയ്ക്കും. അതുകൊണ്ട് അവളെ കൂട്ടിൽ കയറ്റി ബഹളം വയ്ക്കാതെ കൂട്ടി കയറ്റി. അതേ ഉഞ്ചു ഇവിടെ പിള്ളേരെ കൊടുക്കുന്നു പറഞ്ഞ് ഭയങ്കര ബഹളം. അവൾക്ക് പിള്ളേരെ വേണം, അവൾക്ക് കളിക്കാൻ 2 കുഞ്ഞിനെ കൊടുക്കുന്നു പറഞ്ഞ് ഇവിടെ കിടന്ന് ഭയങ്കര വഴക്കാണ്. പാത്തു വേണേൽ അവളെ കണ്ടാൽ മറ്റേ കഴിച്ചിരിക്കുക. പിന്നെ തന്നെ നാളെ തരാം. ഉറങ്ങിക്കും. എത്ര മണിയായാലും 3 മണിയായി തോന്നുന്നു. 3-4 മണിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സമയം. കഴിഞ്ഞെന്ന് തോന്നുന്നു. നീ ഉണ്ടോയെന്നും അറിയില്ല. പിള്ളേരെ കണ്ടില്ലേ? കാണിച്ചില്ലടാ. എല്ലാ കളറും ഉണ്ട്, പച്ച മഞ്ഞ നീലൊക്കെ ഉണ്ട്. ഒരു റൗണ്ട് പാലൊക്കെ കുളിപ്പിച്ചിട്ട് ഞാൻ പാലിക്കുന്നു. പുല്ല് ഇതിങ്ങനെ ഇരിക്കുകയാണ്. പാത്തു ഉറക്കം വരിക. അവളുടെ കണ്ണ് തൂങ്ങി ഉറക്കം വരിക. എനിക്കും വരുന്നുണ്ട്. ഞാനും കിടക്കാൻ പോകും. അവൾ ഉറങ്ങൂടാ. കാശിട്ട് ഉറക്കം വരുന്നു. ഉറങ്ങിക്കോ മോൻ, ഉറങ്ങിക്കോ. കഴിഞ്ഞ് ഞങ്ങളിവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അവളെ കൂട്ടിലും കയറ്റി ദേഹമൊക്കെ തുടച്ച് അവളുടെ നിപ്പുണോടെ ഒന്ന് തുടച്ച് കൊടുത്ത് പിള്ളേരൊക്കെ പാല് ഒരു റൗണ്ട് കുടിച്ച് കിടക്കുകയാണ്. എൻ്റെ പേര് എല്ലാവരും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അതാ ഉഞ്ചോടെ നിന്ന് പിടിക്കുന്നു. ഒന്ന് വിളിക്കും. വിളിച്ചാ ചോദിക്കുന്നു, തായോ ഒരെണ്ണത്തിനെങ്കിൽ താ. പിള്ളേർ കരയുന്നതനുസരിച്ച് അവളുടെ എക്സ്പ്രഷൻ ഉണ്ട്, കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ച് മറ്റേ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പാത്തുവിനെ ഓടിക്കുകയും ചെയ്യും. ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണമെങ്കിൽ കണ്ടിട്ട് പോക്കോണം. പിന്നെ അവിടെ നിന്ന് വലിയ വർത്താനൊന്നും പറയരുത്. അതിൻ്റെ മൂത്രമൊക്കെ അവളെടുത്തോളൂ. ഇയാൾ കണ്ടാൽ മതി. മതിയോ? ഒരു ഉമ്മ കൂടെ കൊടുത്തോ. ഉമ്മ ഒന്നുമില്ല, കുഞ്ഞുങ്ങളുടെ പാത്തുമ്മയുടെ വാവയത് എടുത്തോണ്ട് കാണാൻ പോയാൽ പാത്തു കടിക്ക് ഓടിച്ചിട്ട് കടിക്കും നിന്നെ. ഊട്ടിട്ട് കൊള്ളാം. അത് നല്ലതായിരുന്നു കേട്ടോ. പേടിച്ചിട്ടാ പറഞ്ഞത്. ആരാ മുതൽ അറിയിപ്പ പഠിക്കുന്നില്ല. ചുമ്മാ പറഞ്ഞു അമ്മച്ചി വാ പേടിച്ചടാ. വാ വെറുതെ പറഞ്ഞാ പഠിക്കത്തില്ലടാ. ഞാൻ പഠിക്കത്തില്ലത് കേട്ടോ. വേണ്ട അവിടെ എങ്ങനെ കടിക്കുന്നത്? അതിന് കണ്ണുപോലും കാണത്തില്ല. കുഞ്ഞു കണ്ണുപോലും വരികയാണെന്ന് എങ്ങനെ കടിക്കുന്നത് ചുണ്ടാ നിന്നെ? മന്ദബുദ്ധിയാണോടി നീ? ഇനി ഇവിടെ കാണാൻ പിള്ളേരെ കാണണമെന്ന് പറഞ്ഞാൽ വന്നാൽ നിന്റെ കുണ്ടി അടിച്ചാൽ പൊട്ടിക്കും. ഇനി ഇവിടെ വന്ന് പിള്ളേരെ കാണണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4:30-5 മണിയോളമായി. ഫുള്ള് പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ അവളും ടയർഡായി, നമ്മളും ടയർഡായി. പിള്ളേരെയൊക്കെ അപ്പോഴത്തേക്ക് നമ്മളെല്ലാം പരിപാടിയെല്ലാം മൊത്തത്തിൽ കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എണ്ണം ഇത്തിരി ഉണ്ടായിരുന്നത് കാരണം നമ്മൾ തിരിച്ചു മറിച്ചിട്ടാണ് കുടിപ്പിച്ചത്. ഒരുമിച്ചിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2-3 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് കുടിപ്പിക്കുന്നത്. പിള്ളേരൊന്നും കുഴപ്പമില്ല. എല്ലാ പിള്ളേരും പാലൊക്കെ വലിച്ച് കുടിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഹെൽത്തി ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്നു. അവൾക്ക് ശരിക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൾ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരാണ് കീറ്റലും നിലവിളിയും തന്നെ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ.